ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഉപവാസത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഉപവാസം എവിടെയെല്ലാം ചെയ്യണം, എത്ര കാലം ചെയ്യണം, ഉപവാസം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ശമന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇന്ന് ഉപവാസം ചെയ്യാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഫാസ്റ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ പ്രഗ്നൻസി, ഇൽനെസ്, അനീമിയ ആൻഡ് അണ്ടർവെയ്റ്റ്. ദീർഘകാല ഉപവാസം ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ പാടില്ല. ശരിയായ മാർഗനിർദ്ദേശത്തോടും അറിവിനോടും കൂടി ചെയ്യുകയാണെങ്കിൽ ദീർഘകാല ഉപവാസം ഗുണകരമാവണം. മെറ്റബോളിക് സ്ഥിരതയുള്ള മുതിർന്നവർക്ക് മേൽനോട്ടത്തിൽ ഇത് സുരക്ഷിതമായി ചെയ്യാവുന്നതാണ്. വീക്കം സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഉപവാസം ആശ്വാസം നൽകും, കാരണം അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പുനഃക്രമീകരിക്കാൻ സഹായിക്കുന്നു. ദഹന പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ശരീരത്തിന് വിശ്രമവും സന്തുലിതാവസ്ഥയും വീണ്ടെടുക്കാൻ സമയം നൽകുന്നതിലൂടെ ഇത് ഗുണം ചെയ്യും. എങ്കിലും ചില വിഭാഗക്കാർ വിദഗ്ധ മേൽനോട്ടമില്ലാതെ ഉപവസിക്കുന്നത് ഒഴിവാക്കണം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഉയർന്ന പോഷകാഹാരം ആവശ്യമുള്ളതിനാൽ അവർ അത് ഒഴിവാക്കേണ്ടതാണ്. കുട്ടികൾക്കും കൗമാരക്കാർക്കും വളർച്ചയ്ക്ക് കൃത്യമായ പോഷണം ആവശ്യമാണ്. വിളർച്ചയുള്ളവരോ അവയവ സംബന്ധമായ ഗുരുതരമായ രോഗമുള്ളവരോ വലിയ അപകട സാധ്യത നേരിടുന്നു. ഭക്ഷണ ക്രമക്കേടുകളുള്ളവരും അമിതമായ ഭാരക്കുറവുള്ളവരും ദീർഘകാല ഉപവാസം നടത്താൻ പാടില്ല. ഉപവാസം ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ മാറ്റുന്നതിനാൽ വളരെ ശ്രദ്ധാപൂർവമായ തീരുമാനം അത്യാവശ്യമാണ്. അപ്പോ ഇതാണ് ഈ ഉപവാസം. സാധാരണ രീതിയിൽ ഒരു ദീർഘോപവാസം എന്ന് പറയുന്നത് മനുഷ്യന് നല്ലതാണ്. പക്ഷെ ദീർഘ ഉപവാസം ചെയ്യാൻ യുക്തരായവർ ആരാണെന്ന് ചോദിച്ചാൽ ആരോഗ്യമുള്ളവരാണ്. നമ്മൾ ഈ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരോഗ്യമില്ലാത്തവരാണ് ഉപവസിക്കുക എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ കരുതുക. പക്ഷെ യഥാർത്ഥത്തിൽ ഉപവസിക്കാൻ യോഗ്യർ ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യമില്ലാത്തവർക്ക് ഉപവാസം ചില ഘട്ടങ്ങളിൽ അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ മെറ്റബോളിക് സ്ഥിരതയുള്ള ആളുകൾക്ക്, ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക്, മെറ്റബോളിക് ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പേർട്ടിന്റെ ഒബ്സർവേഷനിൽ ഫാസ്റ്റിംഗ് സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ രീതി. മെറ്റബോളിക് ആക്ടിവിറ്റി കൃത്യമായിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള ശരീരത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെറ്റബോളിസം നാച്ചുറലി ഇതിനെ ശരീരത്തിന്റെ ടോട്ടൽ ഫങ്ഷനെ റീഓർഗനൈസ് ചെയ്തിട്ട് ശരീരത്തിന്റെ മറ്റ് പുനർക്രമീകരണങ്ങൾ, ശുചീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമാക്കി കൊണ്ടുവരും. അപ്പോൾ മെറ്റബോളിക് സ്ഥിരതയുള്ള മുതിർന്നവർക്ക് ആണിത് ചെയ്യാൻ ഏറ്റവും യോഗ്യത ഉണ്ടാവുക. അതും മറ്റുള്ളവരുടെ ഈ എക്സ്പെർട്ടിന്റെ ഒബ്സർവേഷനിൽ വേണം. ഇപ്പൊ ഈ മെറ്റബോളിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന ആളുകളിൽ തന്നെയും വീക്കം തുടങ്ങിയ രോഗങ്ങളുണ്ടല്ലോ, വീക്കരോഗങ്ങൾ അല്ലെങ്കിൽ വീക്കത്തിന്റെ അവസ്ഥ, ഇപ്പൊ ഒരു ടെറ്റനസ് ഉണ്ടായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ തോതിലുള്ള ശരീരത്തിന് ഇൻഫ്ലമേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാവും. മെറ്റാബോളിസത്തിന് തകരാറ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീക്കരോഗം വന്നു കഴിഞ്ഞാൽ മെറ്റാബോളിസത്തിന് ഡിസോർഡർ ഉണ്ട് എന്നല്ല അതിനർത്ഥം. അപ്പൊ മെറ്റാബോളിസം ഓക്കെ ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും വീക്കം ഉണ്ടാകാം. ഫാസ്റ്റിംഗ് ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്യുക വീക്കത്തെയാണ്. കാരണം ഇപ്പൊ വീക്കം എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ പോലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഇൻഫ്ലമേഷന്റെ കണങ്ങളെ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു പരിപാടി, ലിംപിന്റെ മറ്റേ സപ്ലൈ, ലിംപിന്റെ അവൈലബിലിറ്റി കൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ശരീരം ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ കിടക്കുന്ന നീർക്കെട്ടുകൾ എവിടെയെല്ലാം ഉണ്ടോ അവയെല്ലാം ഒഴിവാക്കി
ലിംഫിന്റെ സപ്ലൈ സിസ്റ്റം കൃത്യമായിട്ട് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നത് വഴിയാണ് കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇത് അത് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിലോ അത് ഇംപ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലോ അതിന് ശരിയായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്തെടുക്കും. അതോടുകൂടി ഈ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന നീര് ഒക്കെ അവിടെ ഇവിടെ ഉള്ളത് മുഴുവൻ പോകും. ഈ പോകുന്നതോടുകൂടി വീക്കം കുറയും, വേദന കുറയും. അപ്പോൾ നമുക്ക് വേദന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീക്കമാണ്. അപ്പൊ ആ വീക്കം എന്നുള്ളത് ഫാസ്റ്റിങ്ങിനോടുകൂടി കുറയും. അപ്പൊ അത് മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ദഹന പ്രക്രിയകൾ നേരിടുന്നവർക്ക് ശരീരത്തിന് വിശ്രമവും സന്തുലിതാവസ്ഥയും വീണ്ടെടുക്കാൻ സമയം നൽകുന്നതിലൂടെ ഈ സിസ്റ്റം മുഴുവൻ ദഹന പ്രക്രിയയാണ് ഈ പല പ്രശ്നങ്ങളുടെയും തുടക്കം നമുക്കറിയാലോ. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനും ഫാസ്റ്റിംഗ് ആദ്യമേ തന്നെ സപ്പോർട്ട് ചെയ്യും. ഈ വീക്കം കുറയ്ക്കുക കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാമത് അഡ്രസ് ചെയ്യുന്നത് ദഹനത്തിന്റെ മറ്റു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ശാന്തമാക്കി, പ്രശ്നം എന്നുള്ളതിൽ നിന്ന് ഒഴിവാക്കി ശാന്തമാക്കിയിട്ട് പിന്നെ അതിന് ഇപ്പോൾ ഡയറിയ പോലെയുള്ള അല്ലെങ്കിൽ ഛർദി പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് പിന്നെ ശരീരം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഫാസ്റ്റിംഗ് കടന്നു പോകുന്നത്. പക്ഷേ ഈ ഗർഭിണികളെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിലെ ആ കുഞ്ഞെന്ന് പറയുന്നത് അമ്മയുടെ പോഷണത്തെ ആധാരമാക്കിയാണ് ഉണ്ടാവുന്നത്. അമ്മ ഫാസ്റ്റിങ്ങിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഗർഭകാലത്ത് അമ്മ ഫാസ്റ്റിങ്ങിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ആ മെറ്റാബോളിക് പാറ്റേൺ തന്നെ മാറും. ശരീരത്തിന്റെ സപ്ലൈ സിസ്റ്റം തന്നെ വേറൊരു രൂപത്തിലേക്ക് പോകും. ഇപ്പൊ മുമ്പേ പറഞ്ഞ ലിംഫിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്കുള്ള സപ്ലൈയിൽ പ്രശ്നം വരും, ഈ കുഞ്ഞിലേക്കുള്ള സപ്ലൈയിൽ പ്രശ്നം വരും, ആ കുറവ് വരും. അങ്ങനെ കുറവ് വരുന്ന സമയത്ത് അതിന് കിട്ടുന്ന പോഷകങ്ങൾ കിട്ടാതെ വരും. അപ്പോ ഗർഭിണികൾ ഫാസ്റ്റിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ മെറ്റാബോളിസം, ടോട്ടൽ ഫംഗ്ഷനാലിറ്റിയിലും മാറ്റം വരുന്നത് കുഞ്ഞിനെ ബാധിക്കും. അവിടേക്കുള്ള പോഷണത്തിൽ കുറവ് വരുമെന്നുള്ളത് കൊണ്ട് ഗർഭിണികൾക്ക് ഇത് പറഞ്ഞിട്ടുള്ളതല്ല. അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാര് ആ സമയത്ത് പരമാവധി ഭക്ഷണം കഴിക്കുക, ശരീരത്തില് പോഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നല്ലപോലെ ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ 2 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കാൻ വരെ അഡ്വൈസ് ചെയ്ത ആളുകളുണ്ട്. ഞാൻ അങ്ങനെ അഡ്വൈസ് ചെയ്യില്ല. എങ്കിലും പ്രോപ്പറായിട്ട് പോഷകാഹാരം അകത്തേക്ക് ചെല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോഷണം ആവശ്യമുള്ള വേറൊരു കൂട്ടരാണ് കുട്ടികൾ, അതുപോലെ തന്നെ കൗമാരക്കാര്. വല്ലാതെ പോഷണങ്ങൾ ശരീരം സീക്ക് ചെയ്യുന്നതാണ്. അവർക്കും ഈ ഫാസ്റ്റിംഗ് അഡ്വൈസബിൾ അല്ല. ഫാസ്റ്റിംഗ് വെച്ചാൽ 1 ദിവസത്തെ ഫാസ്റ്റിംഗ്, 2 ദിവസത്തെ ഫാസ്റ്റിംഗ് ഒക്കെ പിന്നെയും ഈ ശരീരത്തെ പെട്ടെന്ന് റിക്കവർ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കാമെങ്കിലും ദീർഘകാല ഉപവാസം ഇവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. അവിടെയൊക്കെ ഉണ്ടാവുക വെച്ചാൽ ലോഡ് കൊടുക്കാൻ പാകത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒഴിവാക്കിയിട്ട് ലോഡ് തീരെയില്ലാത്ത ഭക്ഷണം കൊടുത്തുകൊണ്ട് ഫാസ്റ്റിങ്ങിന് സമാന്തരമായ വേറൊരു അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഈ കൂട്ടർക്കൊക്കെ നല്ലത്. ഇപ്പൊ ഗർഭിണികളാണെങ്കിൽ ശരി, മുലയൂട്ടുന്നവരാണെങ്കിൽ ശരി, കുട്ടികൾ, കൗമാരക്കാർക്കൊക്കെ ഉപവാസത്തിലേക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു റീസൺ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും അവരെ മാറ്റാനുള്ള മാർഗം, അല്ലെങ്കിൽ അതിലൂടെ അവരെ കൊണ്ടുപോകാനുള്ള മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ലൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ കരിക്കും വെള്ളം മാത്രം കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലൂടെ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ വിളർച്ച ഉള്ള ആളുകൾ, അനീമിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ ഈ ഇന്റേണൽ ഓർഗൻസിന്, ഇപ്പൊ ലിവറിന്, കിഡ്നിക്ക് ഒക്കെ പ്രശ്നങ്ങളുള്ളവരില്ലേ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഇത് അഡ്വൈസബിൾ അല്ല. കാരണം ശരീരം ഏത് തരത്തില് അതിന്റെ ഡിറക്ഷൻ, പ്രവർത്തനത്തിന്റെ ഡിറക്ഷൻ മാറ്റുമെന്ന് പറയാൻ കഴിയില്ല. അത് മരണാത്മകമായ കാരണങ്ങൾ പലതും ഉണ്ടാകാം. അപ്പോൾ ഫാസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിക്കവർ ചെയ്യുക, പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത എവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ അത് കയറി ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് ഫാസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇപ്പൊ ദഹനക്രമക്കേടുകളുള്ളവര്, അമിതമായ ഭാരക്കുറവുള്ളവര്, ഭയങ്കരമായിട്ട് തിന്നായിട്ടുള്ള ഇരിക്കുന്ന ആളുകൾ, ശരീരത്തിനൊന്നുമില്ല എന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്കും ദീർഘോപവാസം നടത്താൻ പാടില്ല എന്ന് തന്നെ നമ്മൾ പറയാം. നമ്മൾ പലപ്പോഴും ഫാസ്റ്റ് ചെയ്യാനൊക്കെ ഓരോരുത്തർ അഡ്വൈസ് ചെയ്യുമ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്ര ദിവസം ഉപവസിക്കാം എന്ന് പറയാൻ എനിക്ക് കഴിയും. ഒരു ത്രാസിന്റെ മുകളിൽ അയാളെ കയറ്റി നിർത്തി അയാളുടെ വെയിറ്റ് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും
അപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു 4 ദിവസം 5 ദിവസം അത്രയ്ക്കേ പോവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോവില്ല. അത് മെന്റലി ആൻഡ് ഫിസിക്കലി അവർ കൊളാപ്സ് ആവും ഫാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ മെന്റൽ കൊളാപ്സ് ഒഴിവാക്കാനായിട്ട്, അതുവഴിയുള്ള ഫിസിക്കൽ കൊളാപ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ അവരോട് ഭാരം കുറവുള്ളവരാണെങ്കിൽ അഡ്വൈസ് ചെയ്യാറില്ല, ദീർഘോപവാസം അഡ്വൈസ് ചെയ്യാറില്ല. 2 ദിവസമൊക്കെ പരമാവധി, അല്ലെങ്കിൽ 3 ദിവസം. അപ്പോ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവമായിട്ട് തീരുമാനമാണ് എടുക്കേണ്ടത്. എല്ലാവർക്കും ഉപവാസം എന്നുള്ളത് അഡ്വൈസബിൾ അല്ല. 1 day 2 day ഉപവാസത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ദീർഘോപവാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. 1 day 2 day ഉപവാസം ഏത് സമയത്തും ആർക്കും ഗുണകരമാണ്. ദീർഘോപവാസം എല്ലാവർക്കും അഡ്വൈസബിൾ അല്ല. അനീമിക് ആയിട്ടുള്ള ആളുകൾക്ക്, മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക്, ഹെവി മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക്, ഇന്റേണൽ ഓർഗന് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗന് ഒരു അബ്നോർമാലിറ്റിയോ ഉള്ളവരെ അത് ടെസ്റ്റുകൾക്ക് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടികള്, കൗമാരക്കാരെന്നുള്ളവർക്ക് ദീർഘ ഉപവാസം അഡ്വൈസബിൾ അല്ല. ശരീരഭാരം കുറഞ്ഞവർക്ക് അഡ്വൈസബിൾ അല്ല. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് അഡ്വൈസബിൾ അല്ല. ഇവർക്കൊക്കെ ഷോർട്ട് ഫാസ്റ്റിംഗ്, ഒരു 3 to 5 ദിവസം വരെയുള്ള ഉപവാസം സാധ്യമാണ്. അത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ 3 to 5 ദിവസം വരെ എത്തിക്കാൻ നിൽക്കരുത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നേരം, പരമാവധി ഒരു ദിവസം. ഇൻഫാൻസ് ഒരു 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത്രയ്ക്കേ ആകാവൂ. അതിനപ്പുറത്തേക്കാണെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഉപവാസം എല്ലാവർക്കും പറ്റിയ പണിയല്ല, ദീർഘോപവാസം എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു നിരീക്ഷണം അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദീർഘോപവാസം ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക. ഈ വർഷം ഒരു ദീർഘോപവാസം നിങ്ങളും എടുക്കുമെന്ന്. അതിനുള്ള ആർജവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.